ഗ്രാന്റ് ഇല്ലാതായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു. ഏറ്റവും ഒടുവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറുകയാണ്. ദുരന്തകാലത്ത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. സാർ, തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ കേന്ദ്ര സമീപനം മൂലം സംസ്ഥാനത്തിന് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ 2000 കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. കേന്ദ്രവിഹിതത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശികകൾ തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നു എന്ന് പറയണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലി നടക്കുകയാണ്. നോട്ട് ജോലി നടക്കുന്നു എന്നതിന് തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട്. അടുത്ത കാലത്ത് CAG ധനകാര്യം സംബന്ധിച്ച പുറത്തിറക്കിയ റിപ്പോർട്ട് കേരളത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 25% മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം. 75% സംസ്ഥാനം സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ്. രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനം കേന്ദ്രവിഹിതമായി 50% മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം. സർ, നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം തന്നെ അംഗീകരിച്ചു തന്ന കടപരിധിയിൽ നിന്നും 5944 കോടി രൂപ വെട്ടിക്കുറച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ ചെലവുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവസാന മാസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രഹരം നമുക്ക് തന്നത്. കേരളത്തോടുള്ള ഒരു ഇരട്ടടിയായിട്ടാണ് ഈ നടപടിയെ കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ കേന്ദ്ര ധനമന്ത്രിയെ ഡൽഹിയിലെത്തി നേരിൽ കണ്ട് സംസ്ഥാനത്തിന് പ്രതിഷേധം അറിയിക്കുകയും നടപടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രം അത് ചെവിക്കൊണ്ടിട്ടില്ല. ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വരുമാനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി വെട്ടിക്കുറച്ചത് 17,000 കോടി രൂപയാണ്. ഇതിനൊക്കെ പുറമെയാണ് 2025-26 സാമ്പത്തിക വർഷം കേന്ദ്രം കൊണ്ടുവന്ന GST നിരക്ക് പരിഷ്കരണം 8,000 കോടി രൂപ വരെ വാർഷിക നഷ്ടം നമുക്കുണ്ടാക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഈ നികുതി കുറവിന്റെ ഗുണം ലഭിക്കുന്നുമില്ല. ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവ്. സർ, ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് കരുത്തുറ്റ ഒരു യൂണിയന്റെ നിർണായക ഘടകം. എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കവർന്നെടുക്കപ്പെടുകയാണ്. കേന്ദ്രത്തിന്റെ ഉപഗ്രഹങ്ങൾ പോലെ സംസ്ഥാനങ്ങൾ നിലകൊള്ളേണ്ടി വരുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകുന്ന വിഹിതം വാങ്ങി ഏറാൻ മൂളികളെ പോലെ സംസ്ഥാനങ്ങൾക്ക് ഉപജീവിക്കേണ്ടി വരുന്നു. സർ, വരും കാലത്ത് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം സംബന്ധിച്ചുള്ളതായിരിക്കും. സർ, കേരളത്തോടുള്ള അതിഗുരുതരമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ നാടിന്റെ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. സർ, 7ാം ധനകാര്യ കമ്മീഷനും പ്രാദേശിക സർക്കാരുകളും. സർ, സംസ്ഥാനത്തിനുള്ളിൽ കേരളം സ്വീകരിച്ചു പോരുന്ന ഫെഡറൽ തത്വങ്ങൾ കേന്ദ്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. സർ, പുതിയ ഭരണസമിതികളെ സംസ്ഥാന സർക്കാർ അഭിവാദ്യം ചെയ്യുന്നത് വിവിധ ഫണ്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൃത്യമായി നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. പ്രാദേശിക സർക്കാരുകൾക്കുള്ളിൽ ഫണ്ട് വിതരണത്തിൽ കേരളം രാഷ്ട്രീയ പരിഗണന നോക്കാറില്ല. ജനകീയാസൂത്രണം തുടങ്ങിയപ്പോൾ ആരംഭിച്ച ഈ കീഴ്വഴക്കം UDF ഭരിക്കുമ്പോഴും ലംഘിച്ചിട്ടില്ല. വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫണ്ട് വിതരണം നടക്കുന്നത്. കേരളത്തിന്റെ ഈ മാതൃക കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിലും പകർത്താവുന്നതാണ്. സർ, കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന ധനകമ്മീഷനെ നിയമിക്കുകയും ശുപാർശകൾ പൊതുവിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ കീഴ്വഴക്കം. 7ാം ധനകാര്യ കമ്മീഷന്റെ 2026-27 ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട്. ധനവിന്യാസം സംബന്ധിച്ച ശുപാർശകൾ സർക്കാർ ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ഭരണ നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളായി കൂടിയാലോചിച്ച് നടപടിക്രമങ്ങൾ നിശ്ചയിച്ച് നടപ്പിലാക്കും. ധനകമ്മീഷന്റെ ശുപാർശകളും നടപടി റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സർ, അതിവേഗ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അർബൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷന്റെ റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളും പരിഗണിച്ച് പുതിയ നഗരനയം രൂപപ്പെടുത്തി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർ, 2026-27 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ യഥാക്രമം 3,236.76 കോടി രൂപയും